ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾക്ക് ജൂലൈ മാസം വാട്ടർ സയൻസ് ആയിട്ടുള്ള പൈസസ്, ക്യാൻസർ, സ്കോർപ്പിയോക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ജൂലൈ മാസം വാട്ടർ സയൻസ്. ആദ്യം തന്നെ പൈസസ് എനർജി എങ്ങനെയാണ് ജൂലൈ മാസം എന്ന് നമുക്ക് നോക്കാം. സ്റ്റാർ കാർഡാണ്. 4 of Pentacles ആൻഡ് ഹൈ പ്രീസ്റ്റ് എനർജി. പൈസസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൈസിയൻ എനർജി, ഫിഷസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു മാസമായിരിക്കും ഈ ഒരു മാസം എന്ന് തന്നെ പറയാം. വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ്. പൊതുവിൽ നിങ്ങളുടെ ഉള്ളിൽ ശുഭാപ്തി വിശ്വാസ കുറവുണ്ട് എങ്കിൽ അതൊക്കെ മാറി ഈ ഒരു മാസത്തിൽ നിങ്ങൾ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ചിന്താധാരകളിലും വിശ്വാസങ്ങളിലുമൊക്കെ കുറച്ച് പോസിറ്റിവിറ്റി നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കും. നിങ്ങളുടെ അതായത് ഫിഷസിന്റെ മാസം എന്നുള്ള രീതിയിൽ പറയാവുന്ന ഒരു മാസമാണ് എല്ലാ അർത്ഥത്തിലും. കാരണം നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസ്, ആ വളരെ വൈകാരികമായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മാനസികമായിട്ട് നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. യാത്രകൾ പ്രകൃതി നിങ്ങൾക്ക് ഒത്തിരി വിലപ്പെട്ടതാണ്. അതുപോലെ ജലം എന്ന് പറയുന്നത് വാട്ടർ ബോഡീസ് ഏത് തന്നെ ആയാലും പുഴ, കടൽ, അതുപോലെയുള്ള ബീച്ചിലൊക്കെ പോകുന്നത് വളരെ നല്ലതായിരിക്കും ഈ ഒരു സമയത്ത്. നിങ്ങളുടെ പലപ്പോഴും ഫിഷസ് അല്ലെങ്കിൽ പൈസസ് എന്ന് പറയുന്നത് വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്യക്തികളായിരിക്കും. നിങ്ങളുടെ ഇമോഷൻസിനെ പുറത്തേക്ക് പല സമയങ്ങളിലും നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ ഇമോഷൻസ് പുറത്ത് കളയാൻ പറ്റില്ല. സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ വർക്കിലാണെങ്കിൽ നിങ്ങളുടെ മേലധികാരികളുടെ അടുത്ത് നിങ്ങളുടെ ഇമോഷൻസ് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ചില ആളുകളുടെ അടുത്ത്, എല്ലാവരിലും അല്ലെങ്കിലും. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ബീച്ചിൽ പോവുക, വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കുന്നത്, അതേപോലെ വെള്ളം നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ കുറച്ച് കടലുപ്പ് ഇട്ടിട്ട് വച്ചിട്ട് അതിൽ കാല് മുക്കി കുറച്ച് സമയം വയ്ക്കുന്നത് വളരെയധികം സൂതിങ് ആയിരിക്കും. നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യം കൂടിയാണ്. മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ ഒരു മാസം പൊതുവിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മാനസിക സംഘർഷം ഒഴിവാക്കാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന വെള്ളവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി സംതൃപ്തി തരുന്ന കാര്യം കൂടിയാണ്. അതേപോലെ തന്നെ 4 of Pentacles എനർജി, ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ റെഡ് ചക്ര അഥവാ മൂലാധാര ചക്ര വളരെ ബാലൻസ്ഡ് ആയിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാത്തിനും നിങ്ങളുടെ വേരുകൾ, റൂട്ട്സ് ആയിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ റൂട്ട്സ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ പ്രകൃതിയായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഈ ഒരു മാസം അതിന് ഒത്തിരി അവസരങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എപ്പോഴും നടക്കാൻ പോകുന്നത് പാർക്കിൽ, അതുപോലുള്ള ചെടികളും പൂക്കളും അധികം ഇല്ലാത്ത ഒരിടത്ത്, നിങ്ങളൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് അധികം അങ്ങനെ ഒരു കണക്ഷൻ പറ്റുന്നില്ല എങ്കിൽ എപ്പോഴും നടക്കാൻ പോവുക, അതേപോലെയുള്ള ഏതെങ്കിലും പാർക്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട്, നിങ്ങളുടെ വീടൊക്കെ ഗ്രാമത്തിലാണെങ്കിൽ അവിടെയൊക്കെ സന്ദർശിക്കുക, അതിനൊക്കെയുള്ള ഒരു അവസരം ഉണ്ടാവുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വളരെ നല്ലതായതുകൊണ്ട് അതിലും നിങ്ങൾ ഉയർന്നു നിൽക്കുന്നതിന്റെ ഒരു സംതൃപ്തി നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായിട്ട് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഇപ്പോൾ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ ആത്മീയതയിലും നിങ്ങൾ വിട്ടുപോകും. നിങ്ങൾ തീർച്ചയായിട്ടും പൈസസ് വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ബീയിങ്സ് ആണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. മറ്റേതെങ്കിലും സോഡിയാക് സൈൻ ബേസിസിൽ നോക്കുകയാണെങ്കിൽ പൈസസ് എനർജി വളരെയധികം ആ ഒരു പോസിറ്റിവിറ്റി കാണിക്കുന്ന ഒരു എനർജിയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വിജയ സാധ്യതകൾ കൂടുന്നുണ്ട്.
ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന സമയമാണ്. സ്പിരിച്വലി വളരെയധികം കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കൂടുതൽ ജ്ഞാനം നേടാനായിട്ട്, അറിവ് നേടാനായിട്ടൊക്കെ ഉള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി, പൈസേൻ എനർജിയിലുള്ള ആ ഒരു ആത്മീയത, സ്പിരിച്വാലിറ്റി വളരെ ഉന്നത തലത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഹയർ കോൺഷ്യസ്നെസ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ വായന, അറിവ് നേടുക, വിദ്യാഭ്യാസപരമായിട്ട് പറയുകയാണെങ്കിൽ അക്കാഡമിക്സിൽ വളരെ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം വളരെ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് പോകാനുള്ള സാധ്യത. ജോലിയാണെങ്കിലും അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ ടീച്ചിങ്ങോ പ്രൊഫസർ അതുപോലെയുള്ള പ്രൊഫഷനിലൊക്കെ എത്താനുള്ള ഒരു അവസരം കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ബ്യൂട്ടിഫുൾ പൈസസ്. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തതായിട്ട് ക്യാൻസർ. സോ ക്യാൻസർ നെക്സ്റ്റ് വാട്ടർ സൈൻ എന്ന് പറയുന്നത് ക്യാൻസർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻസേറിയൻസ് നിങ്ങളെ എങ്ങനെയാണ്, നിങ്ങളുടെ ജൂലൈ മാസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ക്യാൻസർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജൂലൈ മാസം എന്ന് പറഞ്ഞ 6 of Cups, 2 of Wands, 5 of Wands എനർജിയാണ്. ആദ്യം തന്നെ 6 of Cups എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ജൂലൈ മാസം എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു ഇന്നർ റിഫ്ലക്ഷൻ ആണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തെക്കുറിച്ചിട്ട് പല കാര്യങ്ങളെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റുള്ളവരുടെ പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനായിരിക്കും, ചിലപ്പോൾ അവരോട് സഹാനുഭൂതിയായിരിക്കും, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പലരും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ മനസ്സിലാക്കാതെ വിട്ടുപോകുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാനുള്ള നിങ്ങളെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. നിങ്ങളെ മനസ്സിലാക്കിയാൽ തന്നെ പൂർണ്ണമായിട്ടും പല കാര്യങ്ങൾക്കുള്ള പ്രശ്നങ്ങളും ഇവിടെ അവസാനിക്കും. കാരണം നമ്മളുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ തന്നെ കയറി നമ്മളുടെ ആ ഒരു മനസാക്ഷിയോട് അല്ലെങ്കിൽ നമ്മുടെ സോളിനോട് നമ്മൾ ചോദിക്കുക, നമ്മുടെ ആത്മയോട് നമ്മൾ ചോദിക്കുക, എന്താണ് ഈ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിനുള്ള ഉത്തരം എന്താണ് എന്നുള്ളത്. അതേപോലെ കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന വാട്ടർ സൈൻ എനർജിയാണ് ക്യാൻസേറിയൻസ്. അപ്പം മറ്റുള്ളവരായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് മറ്റുള്ളവരുടെ കമ്പനി നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ പ്ലേഫുൾ ആയിട്ട് കളി തമാശകളിൽ ഒത്തിരി മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഒത്തിരി അധികം സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല നല്ല ബന്ധങ്ങൾ, സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു അവസരം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. റീകണക്ടിങ് ടു യുവർ പഴയ സൗഹൃദങ്ങളിൽ ഓൾഡ് സോളായിട്ട് നിങ്ങൾ ഒരുപക്ഷെ അടുത്തിടെയായിട്ട് കുറച്ച് ഉൾവലിഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ, പണ്ട് നിങ്ങൾ ഒത്തിരി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്വയം നിങ്ങളെ അറിയാമായിരുന്നു. ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള ഒരു ടച്ച് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ സോളുമായിട്ട് റീകണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെ 2 of Wands എനർജിയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തേടിയിട്ടുള്ള യാത്രയിൽ നിങ്ങൾ വിജയിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഇവിടെ ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം ഒരുപക്ഷെ എപ്പോഴും നമ്മൾ സീരിയസ് ആയിട്ട് എന്താണ് നമ്മളുടെ കരിയറോ അല്ലെങ്കിൽ വളരെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വലിയ സീരിയസ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളായിരിക്കണമെന്നില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന കാര്യം ലക്ഷ്യം എന്നുള്ള രീതിയിൽ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളും മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് കഴിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് സന്തോഷം കാണുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് റിലേറ്റഡ് ആണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. സ്വന്തമായിട്ടൊരു ബിസിനസ്, സ്വന്തം ഒരു
പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും ഒക്കെ നിങ്ങൾ മുന്നേറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും കാണാറില്ല. അത് അപ്പോഴത്തെ ഒരു എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത്. ഇപ്പോൾ പുറത്തു പോയിട്ട് ഇന്നത് കഴിക്കുക എന്നുള്ളത് പറയില്ല. ആ കൊച്ചു കൊച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെ ഹാപ്പിയാക്കി വെക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളിലേക്കും നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ആണ് സൂചിപ്പിക്കുന്നത്. അഗെയിൻ 5 ഓഫ് വോൺസ് എനർജിയാണ്. സോ 5 ഓഫ് വോൺസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കോമ്പറ്റീഷനാണ് പൊതുവിൽ ഇത് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതുകൊണ്ട് ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. ഓപ്പോസിറ്റ് നിൽക്കും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റും കണ്ടുമുട്ടുന്ന വ്യക്തികളും പക്ഷേ നിങ്ങൾ ആരായിട്ടാണ് കമ്പീറ്റ് ചെയ്യുന്നത് അവരും ഒരുപക്ഷെ ഒരു വാട്ടർ സൈൻ ആയിരിക്കും. ഇപ്പോൾ പൈസസ്, ക്യാൻസർ, സ്കോർപ്പിയോയിൽ പെട്ടിട്ടുള്ള ആളുകളായതുകൊണ്ട് അവരും നിങ്ങളും തമ്മിൽ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒരു നല്ലൊരു സിങ്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷനാണ്. ഒരാളെ പരാജയപ്പെടുത്തി യുദ്ധം ജയിച്ച ഒരു പ്രതീതി അല്ല അവിടെ, മറിച്ച് രണ്ടുപേരും ഒന്നിനൊന്ന് മികച്ചതാവുമ്പോൾ മറ്റേ ആളിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റി എന്നുള്ള രീതിയിലുള്ള ചിന്തയിലേക്കാണ്. അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളും ചിന്താഗതികളും ഉള്ള ആളുകളിൽ നിന്ന് ആ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ്, അതിന് പിറകിലുള്ള ചിന്തകൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി ഒരു ഡിബേറ്റും കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന അവസ്ഥയുണ്ട്. എന്നിരുന്നാലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരു ശത്രുതയില്ലാതെ, ഒരു പ്രൈഡ് ഫീൽ ചെയ്യാതെ, ഒരു ഈക്വൽ ആയിട്ടൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന സാഹചര്യം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഓവർലോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി സംസാരിക്കുന്ന അവസരം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് നെക്സ്റ്റ്, അതായത് അടുത്തതായിട്ട് സ്കോർപ്പിയോൺ എനർജി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ സ്കോർപ്പിയോ, അടുത്ത വാട്ടർ സൈൻ സ്കോർപ്പിയോ. സോ നിങ്ങളൊരു സ്കോർപ്പിയോ ആണ് എങ്കിൽ നിങ്ങളുടെ ജൂലൈ മാസം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. സ്കോർപ്പിയോ, Hanged Man and the Queen of Ocean and 4 of Wands energy. So നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്കോർപ്പിയോ എനർജി ഫ്രസ്ട്രേഷൻ ആണ്, ഇറിറ്റേഷൻ, സ്ട്രെസ്, ടിപ്പിക്കൽ സ്കോർപ്പിയോൺ എനർജീസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും, ദേഷ്യം വരും, ബോറടിക്കും, പെട്ടെന്ന് കാര്യങ്ങളിൽ ബോറടിക്കുന്ന ഒരു ടിപ്പിക്കൽ സ്കോർപ്പിയോ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സ്റ്റക്ക് അല്ലെങ്കിൽ ഒരു ലിംബോ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് നിങ്ങൾ സ്റ്റക്കായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മുന്നേറ്റം ഇല്ലാഞ്ഞിട്ടോ എന്നുള്ളൊരു സിറ്റുവേഷൻ അല്ല ഇവിടെ കാണിക്കുന്നത്. ഇത് സ്റ്റക്കായിട്ടുള്ള എനർജി അല്ല, സ്ലോ ഡൗൺ, ഒരു സ്ലോ പേസ് എടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡിസിഷന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് അനിവാര്യമായിട്ടുള്ളതാണ്. കാരണം ഈ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങളത് വെയിറ്റ് ചെയ്യുന്നത് സമയത്ത് ചെയ്തു തീർക്കുന്നതിന് പകരം നിങ്ങളത് ഫ്രസ്ട്രേറ്റഡ് ആയി എന്തുകൊണ്ടത് നടക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയിലേക്കാണ് പോകുന്നത്. മറിച്ച് നിങ്ങൾ ഈ ഒരു സമയം, ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് അതൊരു ആഘോഷമാക്കി മാറ്റുക, അല്ലെങ്കിൽ അതൊരു ടെൻഷൻ അടിച്ച് തീർക്കാതെ ഈ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് നിങ്ങളുടെ കൺട്രോളിലല്ല. ഒരു പ്രപഞ്ചശക്തി ഒരു ടൈം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ ആലോചിക്കാനും തീരുമാനിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നിങ്ങളതൊരു തടസ്സമായിട്ടാണ് കാണുന്നത്. പക്ഷെ അതൊരു തടസ്സമല്ല, മറിച്ച് നിങ്ങൾക്ക് സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാതെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങളുടെ എന്ത് കാര്യമാണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു സൊല്യൂഷൻ നിങ്ങൾ ഈ ഒരു കാര്യം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കണ്ടുപിടിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്തു വെച്ച കാര്യങ്ങളായിരിക്കില്ല, അതിനേക്കാൾ ബെറ്റർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ അത് ബോറടിക്കുന്നു അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അത് കളയാതെ ആ സമയം എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒത്തിരി ഫ്രസ്ട്രേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫ്രസ്ട്രേഷനിൽ നിന്ന് പുറത്ത് വരിക ആൻഡ് ഫൈൻഡ്
ഈ ഇൻജീനിയസ് സൊല്യൂഷൻ, എന്തെങ്കിലും നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തുക, ഒരു വാല്യുബിൾ ഇൻസൈറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇഗൈൻ ക്യൂൻ ഓഫ് ഓഷൻ എനർജിയാണ്. നിങ്ങൾ ഈ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഒരു സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്കാണ്. കാരണം ഇവിടെ ക്യൂൻ ഓഫ് ഓഷൻ എനർജി എന്ന് പറയുന്നത് സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന, സന്തോഷമൊക്കെ കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ഫാമിലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി സന്തോഷം തരുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ഭാര്യയോ ഭർത്താവിനെ നിങ്ങൾക്ക് കിട്ടുന്നതാവാം. ഒരു വിവാഹ സാധ്യത ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ലവിങ് പാർട്ട്ണർ സിറ്റുവേഷനുണ്ട്. നിങ്ങൾ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ടാവും അടുത്തിടയ്ക്കായിട്ട്. പിന്നെ ഇവിടെ പറയാനുള്ള, ഇപ്പൊ അടുത്തിടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ഡിവോഴ്സിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇതിനൊക്കെയുള്ള ഒരു അവസരമാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. അതേപോലെ ചില ആളുകൾക്ക് പ്രഗ്നൻസി സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും, നല്ല കുടുംബാന്തരീക്ഷം, കുട്ടികൾ, അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് നാളുകളായിട്ട് പ്രഗ്നൻസി ആഗ്രഹിച്ചിട്ട് നടക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ചില ആളുകൾ വീട് വാങ്ങിക്കുന്നതുണ്ട്, അല്ലെങ്കിൽ പുഴയോ കടലോ ആ ഒരു സീസൈഡ് വ്യൂ ഉള്ള അപ്പാർട്ട്മെന്റിലായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജലാശയമായിട്ട് അടുത്ത് നിൽക്കുന്നിടത്ത് വീട് വാങ്ങിക്കുകയോ അവിടെ താമസിക്കുകയോ മറ്റു ചെയ്യുന്നതിന്റെ ഒരു സാധ്യത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലൈഫിൽ സ്പിരിച്വൽ പ്രാക്ടീസസും അതേപോലെ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. സ്പിരിച്വലിയും നിങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ആ മദർ എർത്ത്, ഭൂമി ദേവിയായിട്ട് ഒത്തിരി നല്ലൊരു കണക്ഷൻ, ആത്മീയതയുമായിട്ട് നല്ലൊരു കണക്ഷനൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് 4 ഓഫ് വോൺസ് എനർജി, ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമാണ് ഈ ഒരു മാസം. പലരെയും സംബന്ധിച്ച് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും, ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു, ഇങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്നത് ഒരു ടെസ്റ്റ് പാസ്സാവുന്നതിനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഈ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റോ അല്ലെങ്കിൽ IELTS അല്ലെങ്കിൽ ടോഫൽ, മറ്റേ OET അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള ടെസ്റ്റുകൾ പാസ്സാവുന്നതിനുള്ള ഒരു സാഹചര്യവും കൂടിയിട്ടാവാം ഇത് സൂചിപ്പിക്കുന്നത്. ഹോളിഡേയ്സ്, സോഷ്യലൈസിങ്ങിനൊക്കെ ഉള്ള ഒരു അവസരം വരുന്നുണ്ട്. കൂടുതലും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ, നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു സ്ഥിരത വരികയാണ് ജീവിതത്തിൽ. സ്ഥിരത എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരിടത്ത് നിൽക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി കെയർ ഫ്രീ ആയിട്ട് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടാകുകയാണ്. നിങ്ങൾ നിങ്ങളോട് കൂടുതൽ അടുക്കുകയാണ്. ഹാപ്പി മെമ്മറീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ വീണ്ടും, അല്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ ആഗ്രഹിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പ്രാരബ്ധം മൂലം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു സ്കോർപ്പിയോൺസ്.